ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിന് കഴിഞ്ഞിട്ടുണ്ട്. പോർച്ചുഗീസ് ക്ലബ്ബായ റിയോ എവയെ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. ഹാട്രിക് പൂർത്തിയാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിന്റെ 44-ാമത്തെ മിനിറ്റിലായിരുന്നു റൊണാൾഡോയുടെ ആദ്യ ഗോൾ പിറന്നത്. പിന്നീട് 63-ാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോൾ പിറന്നു. പിന്നീട് 68-ാമത്തെ മിനിറ്റിൽ അൽ നസറിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. അതും ഗോളാക്കി മാറ്റാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 15-ാമത്തെ മിനിറ്റിൽ സിമാക്കാൻ ഒരു ഗോൾ നേടിയിരുന്നു. അങ്ങനെയാണ് എതിരില്ലാത്ത 4 ഗോളുകൾക്ക് അൽ നസർ ഈ പോർച്ചുഗീസ് ക്ലബിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നിരവധി ആരാധകരായിരുന്നു ഈ ഒരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് ഇപ്പോൾ അൽ നസറിന്റെ പരിശീലകനായ ജോർഹെ ജീസസ് സംസാരിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോളടിക്കാൻ കൂടുതൽ ചാൻസുകളുടെ ഒന്നും ആവശ്യമില്ല എന്നാണ് ജോർഹെ ജീസസ് പറഞ്ഞിട്ടുള്ളത്. റൊണാൾഡോയെ കാണാൻ വേണ്ടിയാണ് ഇത്രയധികം ആരാധകർ എത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അൽ നസർ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഇന്നത്തെ മത്സരത്തിൽ സ്റ്റേഡിയം മുഴുവനും നിറഞ്ഞത് അദ്ദേഹം കാരണമാണ്. റൊണാൾഡോ ഇല്ലായിരുന്നുവെങ്കിൽ ആരും ഇങ്ങോട്ട് വരുമായിരുന്നില്ല. ഇത് അമേസിംഗ് ആണ്. യൂത്തിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോളുകൾ നേടാൻ കൂടുതൽ അവസരങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം ഗോളുകൾ നേടിയിരിക്കും. ഇന്ന് അദ്ദേഹം 3 ഗോളുകളാണ് അങ്ങനെ നേടിയിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ അൽ നസറിന്റെ പോർച്ചുഗീസ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സൗഹൃദ മത്സരങ്ങളിലെല്ലാം ഗംഭീര പ്രകടനം പുറത്തെടുക്കാനും ഗോളുകൾ നേടാനും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കുന്നുണ്ട്. ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ഗോളടി മികവിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. വരുന്ന സീസണിലും മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.